കഴിഞ്ഞ വീക്കിലാണെങ്കിൽ ഒരു വേറെ വിമൻസ് കമ്മ്യൂണിറ്റി മീറ്റപ്പിൻ്റെ ഒരു മീറ്റപ്പിൽ പോയി കഴിഞ്ഞ വീക്ക്. ഈ വീക്കിൽ അതാണെങ്കിൽ റെക്കോർഡ് ചെയ്തില്ലേ, വിമൻസിൻ്റെ ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ടല്ലോ. അത് കാരണം ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അതിന് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിമൻസിൻ്റെ എംപവർമെൻറ്റിനോട് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മീറ്റപ്പ്, ഒരു സാധാരണ നോർമൽ മീറ്റപ്പിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യട്ടല്ല. അപ്പോൾ അത് കാരണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുമില്ല. ഇനി മുതലുള്ള ഒരു മീറ്റപ്പ് പുറത്തു വിടാൻ പറ്റിയതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യും. അവരൊരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിൽ വിമൻസ് കമ്മ്യൂണിറ്റി മീറ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, വിമൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ DM മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, അവർ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇതുവരെ ഞാൻ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അവരെ ഗ്രൂപ്പിൽ. കാരണം അറിയാലോ, വിമൻസിൻ്റെ പ്രൈവസി ഇഷ്യൂ കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒന്ന് ഇൻഫോം ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മീറ്റ് കൺട്രോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. ആരെങ്കിലും മീറ്റപ്പ് നിന്ന് കൺട്രോൾ ചെയ്യാൻ, ടീം ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്രൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. കാരണം എന്നും ആരെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഞാൻ പ്രതീക്ഷിക്കണം ഇന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോൾഡ് ചെയ്യേണ്ടി വരും, ഒരു പ്രശ്നമൊന്നുമില്ല. എന്നും ഓരോ ആളുകൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ പല കമ്പനീസിൽ ലീഡുകൾ ഇതിലുണ്ടാവും, അവർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി മുൻകൂട്ടിയിട്ടാണ് ഞാൻ മീറ്റപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് ആവുന്നുണ്ട്, വരുന്നുണ്ട്, ലെഫ്റ്റ് ആവുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ആരും എന്തെങ്കിലും സംസാരിക്കട്ടെ. ഞാനിതിന് മീറ്റപ്പ് ഇടുന്നുണ്ട്, ലിങ്കുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം, വേറെ ഒന്നുമല്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ആരെങ്കിലും മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നമുക്കില്ലേ ഇവിടെ ഈജിപ്തിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രൂപ്പില്, ഫ്ലട്ടറിന്റെ ഒക്കെ. അതെങ്ങനെ? കേട്ടില്ല. ഈ ഈജിപ്തിൽ നിന്നുള്ളവരൊക്കെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ. അവിടെ ഉള്ളവര് ഏതെങ്കിലും ഡെവലപ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്താ അതെ, കണക്റ്റഡ് ഞാൻ ആണോ? ഈജിപ്തിലൊരു കമ്മ്യൂണിറ്റിയിൽ ആദ്യം ഉണ്ടായിരുന്നു. അത് ത്രൂ ആ വന്നതായിരുന്നു. അല്ലാതെ ഓ, ഞാൻ കഴിഞ്ഞ ഫേക്ക് ദിവസം ഒന്നും ആവാൻ ആ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഈജിപ്തിൽ ഞാൻ കുറച്ച് മുമ്പ് ഞാനിപ്പോഴും ആ ഈജിപ്ത് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ അപ്പോൾ ആ അവരെ ത്രൂ വന്നതായിരിക്കും അത്. റിയാക്ട് എന്നുള്ള ഓ, പേര് കണ്ടല്ലോ, മലയാളീസ് ആണെന്നുള്ള അവർക്ക് ആ അറിയാമല്ലോ. അവർക്ക് ഞാൻ മലയാളീസ് ഒരു എന്നല്ല, ദിവസം ഇന്ത്യൻസിനെ അറിയുള്ളൂ. അവർക്ക് ഇന്ത്യൻ ആണെന്നുള്ളത് ഓ അറിയാം. പക്ഷെ അതൊരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആണെന്നുള്ള മൈൻഡ് സെറ്റിൽ ജോയിൻ ചെയ്തതാവും. ആ ഞാൻ തുടക്കത്തിൽ അവരെ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അത്. ആ ഞാൻ സംഭവം ഇന്റർനാഷണൽ ഗ്രൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിൽ അവരിതിൽ ഷെയർ ചെയ്തതാണത്. അതായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. പിന്നീടാണ് നമ്മളെ ഓ കേരളത്തിൽ ആദ്യം ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ലെവലിലായി, അങ്ങനെ ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യ ലെവലിലായതിനു ശേഷം പിന്നീട് ബാക്കി നോക്കാന്നുള്ള മൈൻഡായി. പിന്നെ ഓ അങ്ങനെ അങ്ങനെ വന്നതായിരിക്കും. പക്ഷെ ആ, നല്ലതാണ് കേട്ടോ കമ്മ്യൂണിറ്റി. അത് ഈ ഏതോ കമ്മ്യൂണിക്കേഷൻ ഒരാള് വിടണ്ട, ആവശ്യം വരും, ഉപകാരപ്പെടാൻ ആ സാധ്യത ഉണ്ട്, പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ആ വിദേശ രാജ്യത്തുള്ള ആളുകളാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇതുണ്ടായാൽ മതി. അത് ഒരു നമ്മളെ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാത്തിലും. ഉം അത് ഈ ഒരാളെ ഞാൻ സഹായിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തോ ജാവയുടെ ഡെവലപ്മെന്റ് ചോദിച്ചു വന്നില്ലായിരുന്നു. അതെ അതെ. അങ്ങനെ ഒരാള് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത്, മീൻസ് അവരുടെ ടീം ഇതുണ്ടല്ലോ ഡെസ്ക്, അങ്ങനെ അവർക്ക് ചെറിയ ഡെമോ പോലെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു. അതെ അതെ, മനസ്സിലായി. എന്നിട്ട് അത് ഉം, രണ്ടു ദിവസം കഴിഞ്ഞ് അത് ഒരു മിനി പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് എനിക്ക് അതിന്റെ റിസൾട്ട് കാണിച്ചു തന്നായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു കയറുന്നോന്ന് ചോദിച്ചായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലാവത്തില്ലല്ലോ.
അതെ അതെ എന്നാലും നമ്മുടെ ഇംഗ്ലീഷ് ആരെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ചോദിക്കാൻ. അതെ അതെ അത് വരത്തില്ല, എക്സാം കണ്ട് പറഞ്ഞു. അതെ അതെ അവർക്ക് പിന്നെ ഏകദേശം എക്സാമിൻ്റെ ടൈമാണത്. ആ. ഉം. ബ്രോ എന്ത് ചെയ്യണേ? ഞാൻ ടോപ്സ് ആയിട്ട് മുമ്പേ ജാവയിലും ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ ചെറുതായിട്ട്. ജാവയാണോ? ഞാൻ ആൻഡ്രോയിഡ് നേറ്റീവ് കുറച്ച് കുറച്ച് 2-3 ഞാൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് നേറ്റീവ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഏതാ കോട്ട്ലിനാണോ ജാവയാണോ? ജാവയില്. ജാവയിൽ. പിന്നെ അത് പോയി ഞാൻ പിന്നെ സിസ്റ്റം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത് ഒരു 10 മാസം. അത് അതെ കഴിഞ്ഞിപ്പോ ഡെവോപ്സിലായി. അപ്പൊ ഞാൻ ഡെവോപ്സ്. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എന്നിട്ട് ഞാൻ ഇപ്പൊ സ്പ്രിംഗില് വർക്ക് ചെയ്യുന്നുണ്ട്, സ്പ്രിങ്ങും ഫ്ലട്ടറിലും. ഫ്രണ്ട് അതൊരു ഹോബി പ്രൊജക്റ്റ് ആയിട്ട്. ഇതൊക്കെ സെൽഫ് ലേൺ ആണോ അതോ ഒരാൾ അണ്ടറിൽ പഠിച്ചാണോ? ആ അതെ, സെൽഫിലാണ്. സെൽഫ് ലേൺ. സെൽഫ് ലേൺ പഠിക്കാനുള്ള റീസൺ? അത് എനിക്ക് ഒരു റിക്വയർമെന്റ് വരുമ്പോ നോക്കും, അങ്ങനെ. ഞാൻ പ്രൊജക്ട് വരുന്ന അനുസരിച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ പോകുന്നു. ഫസ്റ്റ് എനിക്ക് ലാംഗ്വേജ് കാനേഡിയൻ പഠിക്കുമ്പോൾ സ്റ്റുഡന്റ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് ഒരു ലാംഗ്വേജ് ആ പഠിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചെന്ന് പറഞ്ഞാൽ അറിയാലോ, പൈത്തൺ. യൂണിവേഴ്സിറ്റി പോളി. അപ്പൊ അവിടുന്ന് പഠിച്ച് മീൻസ് നമുക്ക് ആകെ ഒരു അറിഞ്ഞിരിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് അടുത്ത ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇതിന്റെ ഡാറ്റ ടൈപ്പ്, അതെ അതെ പിന്നെ അതിന്റെ ഒരു ഊപ്സ് കൺസെപ്റ്റ്. ഈ ഒരു 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്ന നമുക്ക് അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ വെച്ചാൽ നമ്മൾ പഠിച്ചു പോകുന്നത്. അതെ ഞാൻ അപ്പൊ ഞാൻ ആ സി ഒരു പ്ലസ് പോയിന്റിന് പഠിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ആ, ഇനീഷ്യലി ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പല ഫ്രഷേഴ്സും ചോദിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഉം. ലാംഗ്വേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണത്. അതെ അതെ, ഇഷ്ടം നമുക്ക് റിക്വയർമെന്റ്സ് സ്വിച്ച് ചെയ്ത് പോകാം. ഇപ്പം ഗോയിൽ ഇപ്പൊ എനിക്കൊരു റിക്വയർമെന്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെർവറിനെ ആക്സസ് ചെയ്യാനുള്ളതാ, CLA ബേസ് ആയിട്ട്. അപ്പൊ ഞാൻ ഇപ്പം ബാക്ക് എൻഡ് ചെയ്ത് ഇനി എനിക്ക് അതിന്റെ ഒരു ഗോയിൽ CLA ചെയ്യണം. അതെ അതെ അപ്പൊ ഗോ വെച്ച് ഈ ഒരു എനിക്ക് SSH ചെയ്യുമ്പോൾ ജസ്റ്റ് ലിസ്റ്റ് സെർവേഴ്സ് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് വെച്ച് ബാക്ക് എൻഡിൽ നിന്ന് ഈ സെർവേഴ്സിന്റെ ലിസ്റ്റും ആക്സസ് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അത് വെച്ച് കണക്ട് ചെയ്യും. ഒരു SSH കണക്ഷൻ ഉണ്ടാവും ഗോയില്. അതെ അതെ ഒരു CLA ആപ്ലിക്കേഷൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ ഇതിന്റെ ഊപ്സ് കൺസെപ്റ്റും ഡാറ്റ ടൈപ്പും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഡാറ്റ ടൈപ്പ് എങ്ങനെ, ഊപ്സ്, ഈ 2-3 കാര്യങ്ങളും മെയിൻ ആയിട്ട് ഒരു കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂം വരത്തില്ല. അതെ അതെ ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തു പോയാൽ മതി. ഒരു ലാംഗ്വേജിൽ നിന്ന് അടുത്ത ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കും കമ്പാരിസൺ. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മാസ്റ്റർ ചെയ്തിരുന്ന ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ആകും. അതെ അതെ ഞാൻ അത് ജാവയാ അതാണ് ചൂസ് ചെയ്തത്. നമ്മൾ ഫ്ലഷേഴ്സിനോട് പല ആൾക്കാരും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഉം. ലാംഗ്വേജിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം, എന്നിട്ട് നിങ്ങൾ ഏത് അതെ. ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ബേസ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ 1-2 പ്രൊജക്റ്റ് ചെയ്ത് മറ്റേതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല. ഉം. അതാണ് പല ആൾക്കാരോടും ഒന്ന് പറയാനുള്ള ഒരു പോയിന്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ മിനിമം C++ ഓറിയന്റ് പഠിച്ചിരിക്കും. അതെ അതെ എന്നാലും ജാവ പഠിച്ചിട്ട് ജാവയിൽ നെറ്റ് പ്രോജക്റ്റ് ഉണ്ട്. നെറ്റ് ഐഡിയ വെച്ച് നമുക്ക് ജാവ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ജാവ പ്ലസ് ഒരു അത്യാവശ്യം നല്ലൊരു നെറ്റ് അത്യാവശ്യം ഒരു ആപ്ലിക്കേഷൻ GUI പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലിയാ ഈ ബിഗിനേഴ്സിന്. അപ്പൊ അതില് നമുക്ക് ആക്ഷൻസ് എഴുതി കൊടുത്താൽ ഇപ്പൊ നമ്മളൊരു ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആക്ഷൻ ഡബിൾ ടാപ്പ് ചെയ്ത ആക്ഷന്റെ മെത്തേഡിലോട്ട് പോകും. അപ്പൊ നമുക്ക് അവിടെ എന്ത് നടക്കണ്ടെന്ന് മാത്രം ഒന്ന് ജാവയിൽ എഴുതി കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ. അതെ അതെ, അങ്ങനെ നമുക്ക് സുഖമായിട്ട് ജാവ ഡെവലപ്മെന്റ് ഒരു ബിഗിനർ ലെവലിൽ പഠിച്ചിട്ട് പിന്നെ നമുക്ക് ജാവയുടെ വേറെ പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പഠിച്ചത് ഡെവലപ്മെന്റ്. പിന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വന്നു, പിന്നെ ഈ ബാക്ക് എൻഡിലോട്ടൊക്കെ വന്നു, ഇവിടെ ഡോപ്സ് കിട്ടിയിട്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്കിപ്പോ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഏകദേശം ഓക്കെയാ. പിന്നെ ഇപ്പൊ ഡെവോപ്സിൽ ഇപ്പൊ ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CEH മാറാനും നോക്കുന്നു, സർട്ടിഫൈഡ് എത്തിക്കലൊക്കെ അങ്ങനെ.
കാരണം നമുക്ക് ഇപ്പൊ ഏകദേശം നെറ്റ്വർക്കിങ്ങും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഏകദേശം അറിയാമെങ്കിൽ പിന്നെ ഒരു ആ ഒരു സെക്യൂരിറ്റി മേഖലയിലോട്ട് പോകുമ്പോൾ പ്രശ്നം വരുന്നില്ല. നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റും ബാക്ക് എൻഡ് സൈഡും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാം, ഫ്രണ്ട് എൻഡ് സൈഡ് അറിയാം, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ സെക്യൂരിറ്റിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. ആ ഒരു രീതി നോക്കുന്നത്. ഇപ്പൊ 2 വർഷം ആവുന്നു. ഇനി ഇവിടെ 1 വർഷം കൂടി ഇനി ഡെവോപ്സ് നിന്നിട്ട് മാറാനാണ് നോക്കുന്നത്. മാറാന്നല്ല, ആ ഒരു ഫ്ലോയിലോട്ട് പോകാം. ഇപ്പൊ നമ്മൾ ഏകദേശം സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യും. നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഇന്നത്തെ കാലത്ത്. അതെ അതെ CI/CD ഒക്കെ അതെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അതെ അതെ നല്ല ഡിമാൻഡ് ഉള്ളത് എപ്പോഴും. വേറെ ഇവിടെ ഇപ്പം എത്ര വർഷമായി ഇപ്പോ ഈ ഫീൽഡില്? ഞാനിപ്പോ എന്താ 2 വർഷം ആവുന്നേ ഉള്ളൂ. ഞാൻ അതിനിപ്പോ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ സെൽഫായിട്ട് കോളേജ് ടൈമിൽ തന്നെ ചെയ്യും. എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ കിട്ടുമായിരുന്നു ഇടയ്ക്ക്. ഈ കാനഡയിലുള്ളവര് അവരുടെ പ്രൊജക്റ്റും സെമിനാറും അല്ല അവരുടെ മിനി പ്രൊജക്റ്റ് ആയാലും എന്ത് വർക്കായാലും യുണീക്ക് ആയിരിക്കണമല്ലോ. ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവര് നമ്മളുടെ സഹായം നമ്മളെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ പെയ്ഡ് ആയിട്ടൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു ആ ടൈമില് ജോലി കയറുന്നതിന് മുമ്പ്. അങ്ങനെ കുറെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംസാരിക്കാനോ, എന്തെങ്കിലും അഭിപ്രായങ്ങളോ? ഇത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഫീൽഡിൽ, IT ഫീൽഡിൽ? നമ്മുടെ മൊത്തം വർക്ക് ഫ്രം ഹോം ആയിരുന്നു 2 ഇയർ. ഇപ്പൊ 2 ഇയർ ആവുന്നേ ഉള്ളൂ. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് 2 ഇയർ ആവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തന്നെ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് 10 ദിവസം അവിടെ സിസ്റ്റം എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ടിക്കറ്റ് ബേസ് ആയിട്ടൊക്കെ വരുന്നത്, ഓരോ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. അതിപ്പം വെഡ്പ്രസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ലറാവല്, അങ്ങനെയുള്ളതിന്റെയൊക്കെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതും, അതിന്റെ സൈറ്റ് മൈഗ്രേഷൻ ഒരു സെർവറിൽ നിന്ന് വേറെ സെർവറിലേക്ക് മൈഗ്രേഷൻ, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മള് ഡെവോപ്സിൽ കയറുമ്പോൾ ഇച്ചിരി കൂടെ ചേഞ്ച് ആയിരുന്നു. അവിടെ നമ്മള് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ചിലപ്പോൾ കോഡിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. അതിന് IIC എന്നൊക്കെ പറയും, ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ്. അപ്പൊ ഞാൻ ടെറാഫോം വെച്ച് 3 കമ്പനിയുടെ പ്രൊജക്ട്. ടെറാഫോം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ AWSന്റെ ഇൻഫ്രാ എല്ലാം ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ഫോർമേഷൻ വെച്ച് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അമോഗ് ലാംഡയിലാന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് കേട്ടോ. ലാംഡ നമുക്ക് നമ്മുടെ APIs പോലുള്ള മൈക്രോ സെറ്റപ്പ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇത് ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡിപ്ലോയ്മെന്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെർവറും അതിന്റെ നെറ്റ്വർക്കും എല്ലാം നമുക്ക് ക്ലൗഡ് ഫോർമേഷൻ വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച്. അപ്പൊ നമുക്ക് വേറൊരു അക്കൗണ്ടിലോട്ട് വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് റൺ ചെയ്താൽ ആ കംപ്ലീറ്റ് ഇൻഫ്ര അവിടെ ക്രിയേറ്റ് ആകും. പിന്നെ ഇതിനകത്തോട്ട് ആപ്ലിക്കേഷൻ, നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് ഡിപ്ലോയ് ചെയ്താൽ മതി. അത് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. ഡോസി വന്നാൽ പിന്നെ ഈ ഒരു ഓട്ടോമേഷൻ കാര്യങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് വരുന്നത്. പക്ഷെ യഥാർത്ഥ ഡെവോപ്സ് കംപ്ലീറ്റ് ഓട്ടോമേഷൻ അല്ല. പല റിക്വയർമെന്റും ചിലപ്പോൾ നമുക്ക് മാനുവൽ ആയിട്ടായിരിക്കണം. പ്രൊഡക്ഷൻ വരുമ്പോൾ പ്രൊഡക്ഷൻ കേസ് ചില കമ്പനീസ് ഉള്ളത് വെച്ച് അവരുടെ പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെന്റ് മാനുവൽ ആയിരിക്കും. പിന്നെ അവിടെ കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഓട്ടോമേഷന് പൈത്തൺ ആയിരിക്കും. പൈത്തണ് നമ്മളെ ബാക്ക് എൻഡ് നമുക്ക് തന്നെ ചിലപ്പം കസ്റ്റം റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ തന്നെ ബാക്ക് എൻഡ് പൈത്തണിൽ ചെറിയ API പ്രോഗ്രാം ചെയ്യും. AWSന്റെ യൂസേജ് ചെയ്യും. വേണം ആവശ്യം വന്ന് സ്വന്തമായിട്ട് എഴുതും. വേറെന്തെങ്കിലും ബ്രോ? പേര് അശോക്. ഞാൻ ഇടയ്ക്കൊന്ന് കോണ്ടാക്ട് ചെയ്തു. ഞാൻ ഇടയ്ക്കൊരു മെസ്സേജ് അയച്ചായിരുന്നല്ലോ. അന്ന് ഞാൻ ചോദിച്ചില്ലേ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അന്നേരം ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മളിപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി വർക്ക് ചെയ്തില്ല, നമ്മൾ ഫ്രീലാൻസ് പോലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു മെസ്സേജ് അയച്ചില്ലായിരുന്നു, നമുക്കൊരു ഡോക്യുമെന്റേഷൻ പോലെ.
നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ടല്ലോ കീപ്പ് ചെയ്യേണ്ടത്. അത് അതിനെപ്പറ്റി ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഓ, അതിനെക്കുറിച്ച് ഇൻഡസ്ട്രിയൽ നമുക്കൊരു ഡെവലപ്മെന്റ് എന്ന കാര്യങ്ങൾ. ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ, അതെ അതെ, നമുക്കിപ്പം മനസ്സിലായി. ഒരു അപ്ഡേറ്റ് വന്നാലും അതിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റ് റെഫർ ചെയ്യാം. നമുക്കിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ജിറ, നമുക്ക് കമ്പനി ജിറ ഉണ്ട്, അവിടെ ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന പോകുന്ന രീതിയായിരിക്കും. പിന്നെ നല്ല ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ വരികയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു പ്രൊജക്റ്റ് മാനേജ്മെന്റ് ടീം ഉണ്ടാവും. മാനേജർ പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ. ഈ മാനേജറാണ് മെയിനായിട്ട് നമ്മൾ ടാസ്ക് ബൈ ടാസ്ക് ചെയ്യാറുള്ളത്. എത്ര ടാസ്ക് ഒരു വീക്കിൽ ചെയ്ത് തീർക്കണം, ഇങ്ങനൊരു ഡെസിഷൻ വെക്കുന്നത്. ഏതൊക്കെ പോർഷനാണ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത്. MVP എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ആ ലെവലിലായിരിക്കും മിക്ക പ്രൊഡക്റ്റും ഇന്ന് ഇറങ്ങുന്നുണ്ടാവുക. അതായത് അജൈൽ മെത്തഡോളജീസിൻ്റെ ഒരു ഭാഗമാണ് MVP. മറ്റേത് SDLC ആയിരുന്നു. SDLC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിള്. FDLC എന്ന് പറഞ്ഞാൽ ഫുൾ റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് അജൈൽ മെത്തഡോളജി പറഞ്ഞാൽ അപ്പോഴുള്ള ഡാറ്റ എന്താണോ അത് വെച്ച് സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വരുമ്പോൾ പിന്നെ ഡാറ്റാസ് കൂടുന്ന സമയത്ത് റിക്വയർമെന്റ് കൂടുന്ന സമയത്ത് റിക്വയർമെന്റിന് ബേസ് ചെയ്തിട്ട് വേർഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡാറ്റാസ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പാൻഡ് ചെയ്യുന്ന പരിപാടിയാണ് അജൈൽ പറഞ്ഞ സംഭവം വരുന്നത്. ഈ അജൈൽ മെത്തഡോളജിന്റെ ഭാഗമായിട്ടാണ് ജിറ വരുന്നത്. ഡെയിലി വീക്കിലി ടാസ്ക്, ഓരോ ടാസ്ക് തീർക്കുക, ആ ടാസ്കുകൾ അസൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ജിറന്റെ ബേസിക്സ് ഉള്ള ഒരു 3 സീരീസ് വരുന്നതെന്ന് വെച്ചാൽ ബാക്ക്ലോഗിൽ കിടക്കുന്നുണ്ടാവും, ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്നുണ്ടാവും, കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ഉണ്ടാവും. ഈ 3 സ്റ്റേജ് ഉണ്ടാവുക. അത് ഡെവലപ്പർ സൈഡ് കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് ഈ ജിറയിലും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ബ്രോ ചോദിച്ചതെന്ന് വെച്ചാൽ മെയിനായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് നടന്നു പോകണം എന്നുള്ളതല്ലേ. നമുക്ക് ഒരു വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ നേരത്ത് ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ചു. ടൈം നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഡോക്യുമെന്റ് ആയിരിക്കും. അതെ അതെ, അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിന്റെ നമ്മളൊക്കെ പിന്നെ ഇതുണ്ടാവുമല്ലോ, ഡിസൈൻ ഉണ്ടാവുമല്ലോ, വയർ ഫ്രെയിമും ഉണ്ടാവും. ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം എത്ര ടൈം അതിന് വർക്ക് ചെയ്യാൻ വേണമെന്നുള്ള നമുക്കൊരു ഏകദേശം കാൽക്കുലേഷൻ ഉണ്ടാവും. ഇത്ര ടൈം അതിന് വർക്ക് ചെയ്യാൻ വേണം, അതിന് മാക്സിമം ടൈം എടുക്കുക. അപ്പോൾ നമുക്കൊരു അതിന് മാക്സിമം ടൈം എടുക്കുമ്പോൾ ഓരോ മാക്സിമം ടൈം കൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ടൈം നമുക്ക് കിട്ടും. ആ മാക്സിമം ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം വർക്ക് ചെയ്യാനുള്ള ടൈം എത്രയായിട്ട് കിട്ടി അതിനുള്ള തീർക്കണം എന്ന് അർത്ഥം. ചിലപ്പോൾ ടൈം ഓവർ ആണെന്നുണ്ടെങ്കിൽ അത് കുറക്കും ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ലോഗിൻ ഫോം ചെയ്യണമെങ്കിൽ 2 ദിവസം വേണം അല്ലെങ്കിൽ 3 ദിവസം വേണം എന്നാണ് നടക്കുന്ന കാര്യമല്ല. ലോഗിൻ ഫോം എന്ന് പറഞ്ഞാൽ ഏറിപ്പോയ 1 ഡേ അത്രേ പറ്റുള്ളൂ. ഒരു ലോജിക്ക് ഉണ്ടല്ലോ, ആ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്യും, ടാസ്ക് പ്ലാൻ ചെയ്യും. ഇതാണ് ജിറയിൽ ഇടുക. എന്നിട്ട് ജിറ എന്നാണ് ടാസ്ക് എന്ത് ചെയ്യുക, ഓരോ വീക്കിൽ തീർക്കേണ്ട ടാസ്ക് ആയിട്ട് നമ്മൾ ചെയ്ത് പോകാറുള്ളത്. ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ ചിലത് കോഡിങ്ങിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കോഡിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് നോക്കണം, ആർക്കിടെക്ചർ നോക്കണം, പിന്നെ ഡോക്യുമെൻറ്റേഷൻ നോക്കണം, പിന്നെ കോഡിൻ്റെ പെർഫോമൻസ് നോക്കണം, മെമ്മറി യൂസേജ് നോക്കണം, അത് കോഡ് ക്വാളിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കോഡ് ക്വാളിറ്റി നോക്കണം, പിന്നെ ടെസ്റ്റിങ് നോക്കണം. പറഞ്ഞോളൂ. ഇപ്പം നമ്മളിപ്പോ ഒരു നോർമലി ഇവിടെ ഇപ്പോ ഒരു കമ്പനിയിൽ ഇതെല്ലാം എല്ലാം ഏകദേശം വരുന്നുണ്ടോ? മീൻസ് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈഡിലെ ടെസ്റ്റിംഗ് എന്തായാലും ഉണ്ടാവും. വേറെ സ്റ്റേജസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഇത്രയും സ്റ്റേജസ് പറഞ്ഞല്ലോ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും നടക്കും. ഇപ്പൊ ടെസ്റ്റിംഗ് എന്തായാലും ഉണ്ടാവും, അതൊക്കെ. പക്ഷെ വേറെ ഈ
ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതൊക്കെ കറക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ പ്രാക്ടീസ് ചെയ്ത് പോകണം. കമ്പനീസും ഉം. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഏത് കമ്പനിയും ഈ കാര്യങ്ങളൊക്കെ നോക്കും. ഞാനിത് ബേസിക് ആണ് പറയണത്. ഇതിനെക്കാട്ട് അഡ്വാൻസ് ഉം. കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഉം, നമുക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ചാൽ ചില ഇതെന്ത് സംഭവം പെർഫോമൻസിന്റെ അറിയാം, ബേസിൽ നമ്മൾ ഈ ചില കോഡ് സമയത്ത്. ക്വാളിറ്റി നമ്മൾ ഉം. ഈ കോഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എന്നൊരു കമ്പനിയിൽ നിൽക്കില്ല. ഡെവലപ്പേഴ്സ് പൊതുവെ 99% ഡെവലപ്പേഴ്സ് ഉം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷെ നാളെ നമ്മൾ പോയി ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല ഈ കോഡ് എഴുതണത്, അങ്ങനെ ചിറ്റിങ് ചെയ്യാം. നാളെ വരുന്ന ഒരു ഡെവലപ്പർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് എഴുതണത്. ഉം. അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും, ഫുള്ള് ഡാറ്റ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ നാളെ ഡെവലപ്പർ വന്നിട്ട് ഈ സംഭവം നോക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം സ്ട്രെയിന് വരില്ല അത് പഠിക്കാൻ. പെട്ടെന്ന് ലേൺ ചെയ്യുക, അദ്ദേഹത്തിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? ഉം. അതാണ് നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നത്. പിന്നെ ആപ്പിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് എവിടെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്കറിയാം ഇത് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഇന്ന മൊഡ്യൂളിലാണ് ആ സാധനം കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അതുമാത്രമല്ല ഏത് ഏരിയയിലാവും ഇഷ്യൂ, പിന്നെ നമുക്ക് ഗ്ലോബൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും ഡോക്യുമെൻറ്റഡ് ആണെങ്കിൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഡോക്യുമെൻറ്റേഷനിലൊക്കെ. ക്ലിയർ ആയാലേ? ക്ലിയർ. വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ അഭിപ്രായങ്ങളോ? ഒന്ന് ഫാസ്റ്റ് ആക്കണേ. ഞാൻ എപ്പോഴും പറഞ്ഞു, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി അധികം ടൈം നമ്മൾ വേസ്റ്റ് ആവില്ല കേട്ടോ. പെട്ടെന്ന് ചോദിക്കാനുള്ള ചോദിക്കുക, അതേപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഇടയ്ക്ക് എന്തോ മീറ്റപ്പിന്റെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, അതെന്തോ ആയി? അത് ഓഫ്ലൈൻ മീറ്റപ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ മീറ്റപ്പിൻ്റെ ഡിസ്കഷൻ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് സുഖമില്ലാതെ ആ. ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ വീക്ക് മൊത്തം ഏകദേശം മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫുഡ് ആ. പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കത് എന്തായാലും ഓഫ്ലൈനിൽ സെറ്റ് ആക്കണം. അതിൽ മീറ്റപ്പൊന്നും കാര്യമായിട്ടൊന്നും ആക്റ്റീവ് അല്ല പല ആളുകളും. അപ്പോൾ മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ടീം പിരിച്ചുവിടും. ആക്റ്റീവായിട്ടുള്ള ഒരാളെങ്കിൽ ഒരാൾ അത് മതി, ആക്റ്റീവ് ആവണം, അത്രേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും അതിൽ ആക്റ്റീവാണ്, പല ആൾക്കാർ ആക്റ്റീവ് അല്ല. അപ്പോൾ അതൊന്ന് റിഫൈൻ ചെയ്തെടുക്കാനുണ്ട്, സെറ്റാക്കി എടുക്കണം. നമുക്കിത് എന്തായാലും നടത്തണമല്ലോ. ബ്രോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അതിൽ കിട്ടിയ ഒരു കമ്മിറ്റി പെടാം. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയത്. വലിയ ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്തെങ്കിലും എടുത്തായിരുന്നോ? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഞാൻ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ലൈവ് സ്ട്രീമിംഗ് എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവില്ല, അത് കാണാന്നുള്ളിൽ നിൽക്കുകയാണ്. അത് ശരി. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് ആൾക്കാർ എന്നോട് ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു, അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. മുനീബ്രോ പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അല്ല, നമ്മൾ ഒരു കാര്യം കൂടി, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനും കൂടി തയ്യാറാവണം. നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഐഡിയ തിങ്ക് ചെയ്യുമ്പോഴത്തേന് വേറെ ആരെങ്കിലും അത് പറയാമെന്ന് വിചാരിച്ച് പിന്നീട് കൊണ്ടുവെക്കുമ്പോഴത്തേന് ആരെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതേപോലെയാണ് നമ്മളെ ആശയങ്ങൾ, നമ്മളെ സംസാരങ്ങൾ അതൊന്ന് പിന്നീട് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ കിട്ടുന്ന അവസരം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഉപയോഗിക്കാൻ ശ്രമിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എവിടെ ആയിക്കോട്ടെ, ഇവിടെ എന്നല്ല എവിടെ. അത് ചിലപ്പോൾ ഈ മീറ്റപ്പ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പല കമ്പനീസ് കണക്ട് ചെയ്യുന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്നാവില്ല കാര്യങ്ങൾ. അപ്പോൾ സംസാരിക്കുക, നമ്മുടെ ഐഡിയകൾ ഷെയർ ചെയ്യുക,
തെറ്റായിക്കോട്ടെ, തെറ്റിലൂടെ തന്നെ ശരി കണ്ടുപിടിക്കുക, അതത്രേ ഉള്ളൂ. ഈ ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ തെറ്റ് വരുമോ ആ ഇത് എടുത്ത് ഒഴിവാക്കുക. അത് എന്ന് നിങ്ങളുടെ കയ്യിൽ ഫിയർ വരുമോ, ആ തിങ്ക് വരുമോ, അന്ന് നിങ്ങൾ സക്സസ് ആവില്ല. ഫിയർ ഉണ്ടോ നിങ്ങൾ സക്സസ് ആവില്ല. നിങ്ങൾ ഫിയർ ഇല്ല നിങ്ങൾ സക്സസ് ആവും. അത് തെറ്റായിക്കോട്ടെ, തെറ്റ് ഇവിടെ 100% സക്സസ് ആയിട്ട് ഫുള്ള് ശരി സംസാരിച്ച ആരുമില്ല. തോമസ് ആൽവ എഡിസന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അദ്ദേഹം 1000ാമത്തെ തവണ കണ്ടുപിടിച്ചപ്പോഴാണ് ബൾബ് കത്തിയത്. അദ്ദേഹം 1, 2, 3 തവണ ഒക്കെ ഇങ്ങനെ വന്ന് 100 തവണ വരെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ പരാജയപ്പെടുന്നത് അയാൾ വിചാരിക്കുകയാണ് ഇത് സക്സസ് ആവില്ല, കാരണം ഇത് മുഴുവൻ തെറ്റ് സംഭവിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പേടിച്ച് മാറിക്കരുന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് കാണുന്ന ഇത്ര വലിയൊരു ബൾബിൻ്റെ സംവിധാനം നമുക്ക് കാണില്ല, ഇത്ര വലിയ പ്രകാശം നമ്മൾ ലോകത്ത് അനുഭവിക്കൂല. അതാണ് പറഞ്ഞത്, ഒരുപാട് തെറ്റിലൂടെയാണ് ലോകം ശരി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും കൂടി, എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, കാര്യം പറയുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പുതിയ എനിക്കും കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. എൻ്റെ കയ്യിലുള്ള നോളജ് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ തന്നെയാണ്, ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. എന്തെങ്കിലും ഡയറി പറഞ്ഞോളൂ കേട്ടോ. ആരിഫ് ബ്രോ ഉണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഗോലാങ് ഡെവലപ്പറാണ്. ആളിപ്പോൾ ചെന്നൈയിലാന്ന് തോന്നുന്നു. ആരിഫ് ഈ ചെന്നൈയിലായിട്ടിയോ? ആരിഫ് അമോഡിബിൾ ചെന്നൈ എങ്ങനെയുണ്ട്? ചെന്നൈ അടിപൊളിയാ. കേട്ടുണ്ടോ? എന്തിന് അല്ലടാ, അവിടെ ഇവിടെ നാട്ടിൽ തന്നെ കേട്ടെ. ഇജി ഇവിടുന്ന് പോയപ്പോ ചെന്നൈയിൽ മഴ ഉണ്ടോ? ചേമ്പുണ്ട്. ഇവിടുന്ന് പോയപ്പോ ഇവിടെ നല്ല മഴയാണ്. അയ്യോ പോയതിന്റെ പറക്കുന്നത് കൊണ്ട് കമ്പനി ജോയിൻ ചെയ്താ? രണ്ടാഴ്ച ഉണ്ടാവും. അതെ അതെ, ഫിൻടെക്കാ കമ്പനി? അല്ലല്ല, അത് ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്തൊരു സാധനം. ട്രേഡ് മാർക്ക്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വേണ്ടി വരും, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണോ? സൈലന്റ് ആണെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതാണ് ബുദ്ധി, കാരണം ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റൂലേ. മീറ്റപ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഇത് നോക്കിക്കൂടെ നമുക്ക്? അതിന്റെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്തിട്ട് അതിന്റെ ഒരു ഇതെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ടീം ഒന്ന് ആക്റ്റീവ് ആവണം. ടീം ആക്റ്റീവ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും, ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊന്ന് കോഴിക്കോട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വർക്ക് സ്പേസ് സംഘടിപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു ഓഫ്ലൈൻ മീറ്റപ്പ് പെട്ടെന്ന് സംഘടിപ്പിച്ചാൽ ഒരു ആപ്പ് നമുക്കൊന്ന് ഡിപ്ലോയ് ചെയ്യാണ്ട് അതിൽ, ആ മീറ്റപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ആദ്യം നിൽക്കുന്നത്. അപ്പോൾ ആ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കേൾക്കുന്ന ആൾക്കാർ UX ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക, താല്പര്യമുള്ളവർ. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു സംവിധാനം, നമ്മുടെ ഒഴിവുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആപ്പ് പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അത് ത്രൂ നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻസ് സംഘടിപ്പിക്കണം. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ മീറ്റപ്പ് മീറ്റപ്പ് പ്ലാൻ ചെയ്യുക. കാരണം ആ ആപ്പ് ത്രൂ നമുക്ക് വെരിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടും. ആപ്പ് ത്രൂ പങ്കെടുക്കാൻ 100% പങ്കെടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ഓഫ്ലൈൻ മീറ്റപ്പിന് എത്ര സ്പേസ് വേണ്ടത് നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് പ്ലാൻ ഉള്ളത്. അതിന് മുമ്പ് എന്തായാലും മീറ്റപ്പ് നമുക്കൊരു ടീമിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. ടീമിൻ്റെ വെച്ചാൽ നമ്മുടെ അഡ്മിൻ ടീം പറഞ്ഞല്ലോ, ആ ടീം ഉദ്ദേശിച്ച് നാളത്തേക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. വേറെന്തെങ്കിലും? സലീമ മാഡം, വേറെ എന്തെങ്കിലും?
ഹലോ ആ പറഞ്ഞോ. ഹലോ ആ കേൾക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ മീറ്റപ്പ് നമ്മള് വിമൻസ് മീറ്റപ്പ് നടത്തിയല്ലോ. അതെ, എന്താണ് വിമൻസ് മീറ്റപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇങ്ങനെ പക്ഷേ ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ വിമൻസ് മീറ്റപ്പ് നടത്തിയപ്പോൾ ഒരു പക്ഷേ ഉം, ഇതിനെക്കാട്ടി ആക്റ്റീവായിരുന്നില്ല അതിലെല്ലാവരും. പെട്ടെന്ന് അതാണ്. റെസ്പോൺസ് തരേണ്ട അതെന്താ വെച്ചാല് വിമൻസ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ വിമൻസ് കൂടുതലായിട്ട് അതില് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് പൊതുവേ ഗേൾസിന് ഉണ്ടാവാറ്. പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താനാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ടാണ് വിമൻസ് മീറ്റപ്പ് കുറച്ചുകൂടി ഇങ്ങനെ കൂടുതലായിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ഫ്ലട്ടർ ഡെവലപ്പറാണ്. അപ്പം ഏകദേശം ഡെവലപ്മെന്റ് സൈഡൊക്കെ ചെയ്യും. ഞാൻ ഇപ്പം CI/CD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ചെയ്തത് ആപ്പ് സെന്ററിലാണ്. കോഡ് മാജിക് അതൊക്കെ കാണുന്നുണ്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ചെയ്യാൻ? ഹലോ ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. വേറെ ആരെങ്കിലും ബ്രോ, ഇതില് കോഡ് മാജിക് ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതെ നമ്മുടെ ആർക്കിടെക്ട് ടീമൊക്കെ പറയുന്നത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പ് സെന്ററിനേക്കാളും കുറച്ചും കൂടെ നന്നായത് കോഡ് മാജിക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ഞാൻ ഫ്രീലാൻസർ ആണ്. അപ്പൊ അവിടുന്ന് റിക്വയർമെന്റ് പറഞ്ഞത് ആപ്പ് സെന്റർ ആയിരുന്നു. അപ്പം ഞാനിപ്പോ കറന്റ് ആപ്പ് സെന്റർ ആദ്യം നോക്കുകയാണ്. Okay. ഓ കുറച്ചുകൂടെ ഇതിൽ ബെറ്റർ കോഡ് മാജിക് ആണെന്നാണ് പറഞ്ഞത്. അതെ ഗസ്റ്റ് ടെക്നീഷ്യന് ഒരു ഡയലോഗ് അടിച്ചല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഒന്ന് സംസാരിച്ചു കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു കേട്ടോ. ഇതിൽ കമന്റ് ഇട്ട് കോഡ് മാജിക്കിൽ ഫ്ലട്ടർ ഇൻബിൽറ്റ് സപ്പോർട്ട് ഉണ്ടെന്ന്. അല്ല, സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ലിസൺ അല്ല, നമ്മുടെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞോളൂ, നിങ്ങൾ സെബിൽ ബ്രോ പറഞ്ഞോളൂ. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ബെറ്റർ ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. മീൻസ് എനിക്കൊരു ഡിപ്ലോയ്മെന്റിന്റെ ആവശ്യം ഞാൻ ആപ്പ് സെന്ററിൽ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ കോഡ് മാജിക്കിൽ അതല്ല, ചെയ്യേണ്ട ഒരു ആവശ്യം ആപ്പ് സെന്ററിൽ ചെയ്തതും ഒന്ന് ഡീപ്പായിട്ട് എന്നല്ല, നിങ്ങളുടെ നോളജ് വെച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. രണ്ടിനെ കുറിച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് ഞാൻ മുമ്പ് റിയാക്ട് നേറ്റീവിലായിരുന്നു. ഇപ്പോ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2 കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ ഫ്ലട്ടറിലേക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ ആപ്പ് സെന്ററിൽ ചെയ്ത റിയാക്ട് നേറ്റീവ് ആണ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആപ്പ് സെന്റർ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു APK ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റിലൊക്കെ നമ്മൾ കോഡ് പുഷ് ചെയ്തിട്ട് പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യണില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇവിടെയും ഏകദേശം നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബിൽഡ് കാര്യങ്ങൾ ഇതിലേക്ക് ടെസ്റ്റിംഗ് ടീമിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ഷെയർ ആവും. എങ്ങനെയാണോ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ അക്കൗണ്ട് വർക്ക് ചെയ്യണ ആ ഒരു ബേസിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ പ്ലേ സ്റ്റോർ അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ആപ്പ് സെന്റർ. അതിന്റെ ഒരു അതായത് നമ്മളിപ്പോ ഫയർ ബേസ് ചെയ്യണ പോലെ. ഫയർ ബേസ് ചെയ്യുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല. ഫയർ അതായത് ഇപ്പൊ എന്താ ബേസിൽ പറയാ, അല്ല, ഫയർ ബേസിൽ ഇതേപോലെ ഡിപ്ലോയ്മെന്റ് സെറ്റപ്പ് ഉണ്ടല്ലോ. അത് ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഞാൻ അതല്ല അറിയില്ല. പറഞ്ഞത്, കോഡ് മാജിക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ആ അവിടെ ചെയ്യുന്നത് ഫയർ ബേസിലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ഓക്കെ. പക്ഷെ ഫ്ലട്ടറിന് എല്ലാവരും പ്രിഫർ ചെയ്യണ അല്ല, ഞാൻ ഫ്ലട്ടറിലല്ല ആരോ വർക്ക് ചെയ്യുക, ഞാൻ ഇതില് നേറ്റീവിലാണ്. അതെ അതെ, മനസ്സിലായി. ഇതില് ആരോ മെസ്സേജ് അയച്ച കണ്ടു, ഇൻബിൽറ്റ് ഇതുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോഡ് മാജിക് തന്നെയാണ്. നമ്മുടെ ആർക്കിടെക്ട് ടീമൊക്കെ നമ്മളടുത്ത് പറഞ്ഞത് ഫ്ലട്ടറിന് ഇത് വെച്ച് ചെയ്യണ്ട, കോഡ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, അത് വെച്ച് ചെയ്താൽ മതി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത്, മീൻസ് ഫ്ലട്ടറോ ഡാർട്ടോ ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ, ബാക്ക് എൻഡ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരു നമുക്ക് എന്താ പറയാ, ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡാർട്ട് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഡാർട്ട് വെച്ചിട്ട് നമുക്ക് ബാക്ക് എൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു
പരിപാടിയാണ്. അപ്പോ ഞാനിപ്പോ പറയാൻ കാരണം ഇപ്പൊ അതിന്റെ ഒരു R&D പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ചും കൂടെ ഈസിയാണ് പരിപാടി, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഡാർട്ട് അറിയുന്നവർക്ക് ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് നമുക്ക് ഒരു ബേസിക് ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വെച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന്റെ മെയിൻ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എൻഡ് സപ്പോർട്ട് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ വേറൊരു ടീമിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ അതിലൊന്ന് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ അതിലൊരു ഫുൾ സ്റ്റാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡാർട്ട് ഫ്രോഗ് മാത്രമല്ല, വേറെയും കുറെ ഉണ്ട്. ഷെൽഫോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതിലിപ്പോ എന്താ പറയാ, ഡാർക്ക് ഫ്രോഗ് ആണ് കുറച്ചും കൂടെ ഇതായി നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താണ്. അല്ല ഇത് ഇങ്ങനെ ഒരു സെബിൽ ബ്രോ വലിയൊരു ഇൻഫോർമേഷൻ ആട്ടോ. ഞാനത് ചിന്തിക്കുന്ന പോലെയില്ല. കാരണം ഞാൻ എനിക്ക് ഫ്ലട്ടറിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് CI/CD വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ശരിക്കും ഒരു പക്ഷേ CI/CD വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടായിരിക്കും ഇത് ചോദിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ ഞാനൊക്കെ ഫ്ലട്ടറിൽ നോർമൽ കമ്പനീസിൽ CI/CD ഫ്ലട്ടർ വർക്ക് ചെയ്യുന്ന ടൈമിൽ ചെയ്തിട്ടില്ല. നോർമൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, സാധാരണ ചെറിയൊരു പ്രോജക്റ്റിലാണെങ്കിൽ CI/CD ആവശ്യമില്ല. ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം. അല്ലേ, ഞാനിപ്പോ ഇപ്പൊ വർക്ക് ഫ്ലട്ടറിൽ ചെയ്യുന്ന ഞാൻ CI/CD CI/CD എല്ലാ ചെയ്തിട്ടില്ല. സംഭവങ്ങളും വേണം കേട്ടോ. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഹ്യൂജ് പ്രോജക്റ്റ് ആണ്. എല്ലാത്തിലും അങ്ങനത്തെ ഡീറ്റെയിൽ വേണം. അല്ല, ഒരുവിധ കമ്പനി റിക്വയർമെന്റ്സിലൊക്കെ CI/CD പറയുന്നുണ്ടല്ലോ ഇപ്പം. പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ പുതിയ കമ്പനീസിന്റെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നുണ്ടെങ്കിൽ പോലും പലരും അത് ജസ്റ്റ് ഒരു എന്താ പറയാ റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതെ അതെ, MNC സംഭവം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ MNCs ആണ് തോന്നുന്നു കൂടുതൽ CI/CD പ്രിഫർ ചെയ്യുന്നത്, അതെ, ചൂസ് ചെയ്ത് പോകണമെന്ന് തോന്നുന്നു. MNCയും അതുപോലെ തന്നെ ഇപ്പൊ MNCയിലേക്ക് പോവാൻ നിൽക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഇപ്പൊ അതെ, വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, ചില കമ്പനീസ് സ്റ്റാർട്ടപ്പുകൾ. അവരൊക്കെ എന്ത് ചെയ്യാ, ഈ ഒരു CI/CD ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോവാൻ നോക്കുന്നത്. അതെ കാരണം അവർക്ക് അങ്ങനെ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഇത് മാറ്റം വരുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആ ഒരു മെത്തേഡിൽ തുടങ്ങി പോണവരും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്റർവ്യൂവിന്റെ ആ ഒരു ഇതിൽ കണ്ടുന്ന് വെച്ചിട്ട് അവിടെ അത് ചെയ്യണം നിർബന്ധമല്ല. ചെയ്യണവരുണ്ട്. പിന്നെ വെറുതെ എന്താ പറയാ കൊടുക്കുന്ന ടീംസും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ടെസ്റ്റിംഗ് നമുക്ക് നന്നായി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. മീൻസ് ഇപ്പോൾ റിയൽ ഡിവൈസിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്പറിന്റെ കയ്യിലാണെങ്കിൽ ഒരു ഡിവൈസ് അല്ലേ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടോ ഡിവൈസ്. അതുപോലെ തന്നെ എമുലേറ്ററിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ആപ്പ് സെന്ററിൽ നമുക്ക് എല്ലാ ഡിവൈസും വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഡ് മാജിക് ഈ പറയുന്ന പോലെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. മീൻസ് ഒരു ഇൻഫർമേഷൻ ആണ് തന്നെ, ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഫ്ലട്ടറിൽ കയറിയ പിന്നെ എനിക്ക് ഒരു CI/CD ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ബട്ട് നമ്മൾ ലീഡ്സിന്റെ കോളിൽ ഇരിക്കുന്ന സമയത്ത് ആർക്കിടെക്ട് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഇരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കേട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫയർ ബേസ് ബാക്ക് എൻഡായി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? കാരണം ഒരുപാട് പ്രൊജക്ട്സിൽ നമ്മളിപ്പം ഫയർ ബേസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാരുടെ റിക്വയർമെന്റ് ആയിട്ട് ഇങ്ങനെ ചെറിയ സ്റ്റാർട്ടപ്പ് പോലെ എന്തെങ്കിലും ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കും. കാരണം ഫ്ലട്ടർ പഠിച്ച ഒരാൾക്ക് ഫയർ ബേസ് ബാക്ക് എൻഡ് ആയിട്ട് ചെയ്തുകൂടെ? അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ ഫയർ ബേസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ, ബാക്ക് എൻഡ് ഫയർ ബേസ് ആക്കിയാൽ? ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ നെഗറ്റീവ് ഫയർ ബേസ് അത്യാവശ്യം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനും പറ്റും. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു അഡ്വാൻസ് ലെവലിൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ ഒതന്റിക്കേഷൻ അതൊക്കെ നമുക്ക് ഫയർ ബേസ് യൂസ് ചെയ്യാം. ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യാത്രക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു നോർമൽ ആപ്ലിക്കേഷൻസ്
ചെറിയ ചെറിയ കമ്പനീസൊക്കെ കൂടുതൽ ഫയർ ബേസിൽ തന്നെയാണ്. കാരണം ഒരു സെർവർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി എക്സ്പെൻസീവ് ആണ് ഫയർ ബേസ് അല്ല എന്നുണ്ടെങ്കിൽ. ഫയർ ബേസ് പൊതുവെ കുറച്ചുകൂടി ചീപ്പാണ്. പിന്നെ ബാക്ക് എൻഡ് സെർവർ സപ്പോർട്ട് വേണ്ടല്ലോ, കാരണം നമുക്ക് ഫയർ ബേസിന് അതിനുള്ള സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഫയർ ബേസിൻ്റെ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ഇപ്പോ കാരണം ഞാൻ പറഞ്ഞു. നേരത്തെ ഞാനൊരു ബാക്ക് എൻഡ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞു, ഡാർക്ക് ഫോഗ് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ അത് ഇപ്പൊ ഡാർട്ട് അറിയുന്നവർക്ക്, ഇപ്പൊ ഫ്ലട്ടർ കാര്യങ്ങൾ അറിയുന്നവർക്ക് ഡാർട്ട് എന്തായാലും അറിയും. സോ ഡാർട്ട് അറിയുന്നവർക്ക് കുറച്ചും കൂടെ നല്ല ഇതാണ്. ഞാനിപ്പോ അതിൽ ഏകദേശം 1 മന്തോളായി R&D ചെയ്യണു. അപ്പോ ഇപ്പൊ കമ്പനീന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യണതാണ്. സോ അതിലിപ്പോ ഞാനിപ്പോ ലാസ്റ്റ് ഇപ്പൊ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ബേസ് ഒതന്റിക്കേഷനും കാര്യങ്ങൾ, അതായത് അത്യാവശ്യം വേണ്ട നമുക്ക് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയാ, നമുക്ക് ഡാർട്ട് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഫയർ ബേസ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വലിയ ആപ്ലിക്കേഷനില്ല, ചെറിയ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ഒതന്റിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ വരെ നമുക്ക് ഫയർ ബേസ് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ ഇമേജസും ഫയൽസും എല്ലാം കയറ്റാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഫയർ ബേസിന്റെ ഇതിലുണ്ട്. സോ ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് കുഴപ്പമില്ല. 2 ടൈപ്പ് ഡാറ്റ സ്റ്റോറേജ് ഉണ്ടല്ലോ, റിയൽ ടൈമും ഉണ്ട്, അതുപോലെ തന്നെ അതെ. ഫാസ്റ്റ് സ്റ്റോറും ഉണ്ടല്ലോ. റിയൽ ടൈം ഇച്ചിരി കൂടി ഫാസ്റ്റാണ്. ഫയർ ബേസ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ആൾക്കാർക്ക് അറിയില്ല. ഫയർ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്റ്റോറേജ് മാത്രമല്ല കേട്ടോ. ഫയർ ബേസ് ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫയർ ബേസിൻ്റെ പുഷ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഫയർ ബേസ് പിന്നെ OTP വെരിഫിക്കേഷൻ ഉണ്ട്, റിമോട്ട് ഇമെയിൽ കോൺഫിഗ് OTP ഉണ്ട്. ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്, ഒരുപാട് സർവീസ് ഉണ്ട് കേട്ടോ ഫയർ ബേസിൻ്റെ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മറ്റേ റിമോട്ട് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഇപ്പോ എല്ലാ ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്ന സംഭവം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്പിനെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ നമുക്ക് എന്താ ഓൾറെഡി ബിൽഡ് ചെയ്ത ആപ്പിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ റിമോട്ട് കോൺഫിഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്താ പറയുക, തീം കസ്റ്റമൈസ് ചെയ്യാം, പേര് മാറ്റാം. ആപ്പിന്റെ ഉള്ളിലുള്ള കേട്ടോ, പുറത്തുള്ള ലോഗോയും പേരും അല്ല, ഉള്ളിലുള്ള പേരും ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ റിമോട്ട് കോൺഫിഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ അങ്ങനെ കുറെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഇത് എന്തുണ്ട് ഫയർ ബേസിലുണ്ട്. അതെ അതെ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു അത് പോർഷൻസ് മാത്രമേ കസ്റ്റമൈസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തെടുക്കലാണല്ലോ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസേഷൻ അതെ. ചെയ്യുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഏകദേശം നമ്മുടെ ക്ലോസിങ്ങിന് ടൈം അടുത്ത് തുടങ്ങിയാണ്. ഇനി ഒരു 15 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ചോദിക്കുന്നത്. അതിനുള്ളിൽ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. കാരണം ഈ 2 മണിക്കൂറും 3 മണിക്കൂറും വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. അതാണ് ഞാൻ 1 മണിക്കൂറിൽ ഒതുക്കുന്നത്. അപ്പോൾ അതിൽ കുറേ സമയം സൈലൻ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് ചോദിച്ച് പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നുള്ള ലെവലിൽ എത്തണം. കാരണം അത് എഡിറ്റിംഗ് ഇല്ലല്ലോ, നേരിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഉണ്ടോ സലീമ? എന്തെങ്കിലും മുനീബ്രോ എന്തോന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റിന്റെ ഇത് ഫോർവേഡ് ചെയ്തല്ലോ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അത് ഒരു ദിവസം മുമ്പേ ഒന്ന് റിമൈൻഡർ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുമായിരുന്നു. കാരണം നമുക്ക് ഇതിപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കയറി വെക്കുമ്പോഴാണ് ഒരു 8:45 കയറി വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു ദിവസം മുമ്പെയോ ഒന്ന് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക്. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കിടപ്പിലായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ ഇടാറുണ്ട്, ഒരു ദിവസം മുമ്പ് നാളേക്കാണ് പ്ലാന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മോർണിംഗിലെങ്കിലും ഇടാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് മോർണിംഗിൽ ഇട്ടതാണ്. ഞാൻ നമുക്ക് 2 ദിവസം മുമ്പെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കാം ഇടാൻ. 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും എങ്ങനെയാലും ഇടും. ഞാൻ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ അങ്ങനെ പോയത്. സാധാരണ അങ്ങനെ ഇടാറുണ്ട്. കാരണം ഇങ്ങനെ പെട്ടെന്ന് കയറി വരുമ്പോഴേ കുറെ ആൾക്കാർ ഇത് കുറെ ലേറ്റ് ആയി വരുന്നവരൊക്കെ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവരെ വരുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാവും.
അങ്ങനത്തെ കുറെ അപ്പോൾ ഒരു ദിവസം മുമ്പ് എഴുതാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. എങ്ങനെ അതെ പോലും രാത്രി ആകുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. രാത്രി ആകുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ. അതെ അതെ മനസ്സിലായി. ഇതിങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം പ്രിപ്പയർ ആവാൻ. അതെ അതെ അത് നല്ലൊരു ആശയമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അത് പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു ആപ്പ് ഉണ്ടാക്കാം, ചെറിയൊരു ആപ്പ്. ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പുഷ് നോട്ടിഫിക്കേഷൻ പോലെ നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആപ്പിൽ എന്ത് ചെയ്യാം, പുഷ് നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ നമ്മൾ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മൾ അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് പുഷ് ആയിട്ട് വരാം. നമ്മൾ പിന്നെ ശ്രദ്ധിക്കപ്പെടും. അതൊരു നല്ല ഒരു ഇതാണ്. ഞാനൊന്ന് നോട്ടിഫിക്കേഷൻ റെഡിയാക്കി ആണെങ്കിൽ തരാം. ഒന്നും കൂടി. ഞാനൊന്ന് റെഡിയാക്കി തരാം. അത് എൻ്റെ പേരിൽ തന്നെ ഒരു ആപ്പ് അവിടെ എടുക്കുന്നുണ്ട്, പ്ലേ സ്റ്റോറിൽ. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊരു ഫയർ ബേസ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അപ്ഡേഷൻ ഞാൻ വരുത്തിത്തരാം, രജിസ്റ്റർ ചെയ്യുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിട്ട് ഒരു മൊബൈൽ നമ്പറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ആ ആപ്പിലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി മാത്രം. പിന്നെ നിങ്ങളെ ആ സജഷൻസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൈൻഡർ വെക്കുക. നിങ്ങൾ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാം, എനിക്കും കിട്ടും. പിറ്റേത്തെ മീറ്റപ്പിൽ പറയാനും പറ്റും. ഒരു നോട്ട് പോലെ ഞാൻ സെറ്റാക്കി തരാം ഒരു ആപ്പ്. എന്ത് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ കമൻറ്റ് ഇടാം. പോസിറ്റീവ് ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് തരാൻ ഞാൻ അങ്ങനെ ആപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഞാനത് ഇന്ന് തന്നെ പരമാവധി നാളെ തന്നെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ വിടാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാവരോടൊന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് പറയാം. ഞാൻ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ അതാവുമ്പോൾ പുഷാണ്. എല്ലാവർക്കും എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് പുഷ് ഇടാം. അതായത് തുടങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ്, തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ്, തുടങ്ങിയ ഉടനെ, അങ്ങനെ ഒരു 3 പുഷ് നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഇരുന്നല്ലോ. എല്ലാവരും ശ്രദ്ധിക്കും. എത്ര തിരക്കിലാണെങ്കിലും ഒന്ന് പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ അത്ര ബെറ്റർ ആയിരിക്കും. ഇത് കംപ്ലീറ്റ് അയക്കുന്നത് പറഞ്ഞാൽ പിന്നെ അവരത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ അതിൽ വന്ന് ലിങ്ക് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ നോക്കാം, ട്രൈ ചെയ്യാം. പരമാവധി നേരത്തെ തന്നെ നാളെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതേപോലെ തന്നെ നമ്മളൊരു നെയിം നമ്മൾ കാണുന്നത് അതെങ്ങനെ മീറ്റപ്പിന്റെ അന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു ഇതെങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അത് കണ്ടന്റ് അല്ലേ? നമ്മളെ നമ്മളെ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു നെയിം എന്നുള്ള രീതിയിൽ വേണ്ടേ നമുക്ക് ഒരു? അത് ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഒരു ടെക് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പ്ലാനിലാണ് ഇട്ടിട്ടുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ള ഒരു രീതിയിലാണ്. ടെക് കമ്മ്യൂണിറ്റി കേരള എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ഇതൊരു പ്രത്യേകിച്ചൊരു ഇപ്പോൾ ഗൂഗിൾ ഡെവലപ്പർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഡെവലപ്പേഴ്സ് മാത്രം, അല്ലെങ്കിൽ ലറാവൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലറാവലിൻ്റെ ഡെവലപ്പേഴ്സ് മാത്രം, അല്ലെങ്കിൽ ഫ്ലട്ടർ കമ്മ്യൂണിറ്റി ഗൂഗിളിൻ്റെ ഇതിൽ പെടുന്നതാണ്. അത് നെക്സ്റ്റ് പൈത്തൺ കമ്മ്യൂണിറ്റി എന്ന പൈക്കാം എന്ന് പറഞ്ഞ ടീമുണ്ട്. ആ പൈത്തൺ മാത്രം നമുക്കറിയാം. ഇതങ്ങനെയല്ലല്ലോ. ഇത് എല്ലാ ഡെവലപ്പേഴ്സും, കേരളത്തിലെ എല്ലാ ഡെവലപ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന. അപ്പോൾ ഡെവലപ്പർ കമ്മ്യൂണിറ്റി ഇൻ കേരള എന്ന് പറഞ്ഞൊരു പേരിട്ടാൽ മതി. ഡെവലപ്പർ കമ്മ്യൂണിറ്റി ഇൻ കേരള എന്നുള്ള ഒരു പേരൊന്നും മതിയാവും, വേറെ ഒന്നും വേണ്ടിയില്ല. കാരണം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ ഇല്ലല്ലോ. ഡെവലപ്പേഴ്സിൻ്റെ മാത്രമേ എല്ലാ ഡെവലപ്പേഴ്സും ഉള്ള, അല്ലെങ്കിൽ ടെക് കമ്മ്യൂണിറ്റി, ടെക്കിൻ്റെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി വേറെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഞാൻ നോക്കുന്നത്. എന്തൊക്കെ ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം. നല്ല അഭിപ്രായങ്ങളിലാണ് നല്ല ആശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് എന്താ പറയുക, എല്ലാവർക്കും വിട്ടത് ആരുടെയാണോ നല്ല ആശയം അത് സെലക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം, ടൈമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാന്നുള്ളത് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ? കാരണം കാര്യമായിട്ട് കണ്ടന്റൊന്നും പറഞ്ഞിട്ടില്ലെന്ന്, 1-2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ CICD കുറിച്ച് ഒന്ന് ഡീപ്പായിട്ട് കിട്ടിയിട്ടോ, വലിയൊരു ഹെൽപ്ഫുള്ളായിരുന്നു. വൈൻഡപ്പ് ചെയ്താലോ? ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
Okay, anyway, thank you so much. Good night.